മൂവീസ് കാണുന്ന കൂടുതൽ ആളുകളും യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ഏതാ അറിയോ? ടെലിഗ്രാം. പക്ഷെ അതിൽ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൂവി ഡൗൺലോഡ് ചെയ്തിട്ട് കാണാൻ വേണ്ടി പറ്റുള്ളൂ. ഡൗൺലോഡ് ചെയ്യാതെ കാണാൻ പറ്റും. ഇപ്പൊ നെറ്റ്ഫ്ലിക്സ് ഉണ്ട്, ആമസോൺ പ്രൈം ഉണ്ട്. പക്ഷേ ഈ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം, ഹോട്ട്സ്റ്റാർ ഇതിനൊക്കെ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, പ്ലാൻസ് നമ്മൾ എടുക്കണം. നമുക്കൊരു ട്രയൽസിന് വേണ്ടി ഫ്രീ ആയിട്ട് തരും, 1 month 2 month ഒക്കെ മാക്സിമം തരുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് അതിൽ മൂവീസ് കാണുന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം കാണുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ സബ്സ്ക്രിപ്ഷൻ എടുത്തേ പറ്റും. ഇതൊന്നും ഇല്ലാണ്ട് ഇപ്പൊ നമ്മൾ മൂവി, സോങ്സ്, ഷോർട്സ് ഒക്കെ കാണുന്ന ഒരു പ്ലാറ്റ്ഫോം, ഞാൻ ഷോർട്സ് പറയുമ്പോൾ തന്നെ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും, യൂട്യൂബ് അല്ലേ. യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഭയങ്കര കോമൺ പ്ലാറ്റ്ഫോമാണ്. നമുക്ക് പ്രത്യേകിച്ച് ഒരു ചെലവും ഒന്നും അതിൽ വരുന്നില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് സൈൻ ഇൻ ചെയ്യാം. പിന്നെന്താ, നമുക്ക് അതിൽ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാം, ഇഷ്ടമുള്ള മൂവീസ് കാണാം. ഷോർട്സ് യൂട്യൂബിൽ കിട്ടാത്തതായിട്ട് ഇന്ന് അങ്ങനത്തെ ഒരു വീഡിയോസോ അങ്ങനത്തെ ഒന്നുമില്ല. ലൈക്ക് അഡൽട്ട് കോണ്ടന്റുകളൊന്നും യൂട്യൂബ് പ്രൊവൈഡ് ചെയ്യില്ല. പക്ഷെ അല്ലാത്ത നമുക്ക് എന്തും യൂട്യൂബിൽ നിന്ന് അവൈലബിൾ ആണ്. അല്ല, യൂട്യൂബിനൊക്കെ ഓരോ റൂൾസ് ഉണ്ടെന്ന് എനിക്ക് അറിയാം. ഞാൻ ആ ബേസിലാണ് പറഞ്ഞത്, അപ്പം അതിൽ കിട്ടൂലെന്ന് എനിക്ക് തോന്നുന്നു. കിട്ടില്ല, കിട്ടും, എനിക്ക് അറിയില്ല. വലിയൊരു പ്രശ്നമുണ്ട് യൂട്യൂബിന്. നമ്മുടെ സമയം ഒരുപാട് അവർ പിന്നെ പിടിച്ചു വെക്കും. നമ്മളങ്ങനെ ക്ഷമ പഠിപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ആക്ച്വലി യൂട്യൂബ് എന്ന് പറയുന്നത്. ആഡ്സ് ഇവർ നല്ലോണം കാണിക്കും. ഒരു സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ശരിക്കും ഒരു തരത്തിൽ നല്ലതെന്ന് പറയാം. കാരണം അവർ മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നത്, അല്ലേ? അവർ ആഡുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ ആ കമ്പനികൾക്ക് ഒരുപാട് ബ്രാൻഡിങ് കിട്ടുകയാണ്. ഇപ്പോൾ നമ്മളൊരു മൂവി കാണാൻ വേണ്ടി പ്ലാൻ ചെയ്ത് നമ്മളിങ്ങനെ ആ മൂവി സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ നമുക്ക് യൂട്യൂബിൽ ആ മൂവി ഉണ്ട്. അപ്പോൾ ആ മൂവി പ്ലേ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റിൽ 30 seconds കമ്പൽസറി ആഡ് നമ്മളത് കണ്ടേ പറ്റും. അപ്പോൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് ആ ഒരു ഇറിറ്റേഷനിൽ നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബ്രാൻഡിങ് ചിലപ്പോൾ നമ്മുടെ മൈൻഡിൽ വരും. പക്ഷേ നമുക്ക് ആർക്കും ക്ഷമ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാത്ത ആൾക്കാരാണ്. ചിലതാണെന്നുണ്ടെങ്കിൽ കുറച്ച് കണ്ടിട്ട് പിന്നെ സ്കിപ്പ് ചെയ്യാം. ഒരു 5 seconds കഴിഞ്ഞ് സ്കിപ്പ് ആഡ് എന്നുള്ള ഒരു ഓപ്ഷൻസ് വരും. പക്ഷെ അധികം ആഡുകളിലും അങ്ങനെ കാണലില്ല. പക്ഷെ അതുമല്ല, ഇപ്പൊ നമ്മളൊരു വീഡിയോ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പൊ ഒരു 30 minutes ഒരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ചിലപ്പോൾ ഒരു 15 minutes കഴിഞ്ഞാൽ ഒരു ആഡ് ഉണ്ടാവും. ശരിക്കും അതൊക്കെ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ വരും. എന്താ പറയുക, നമ്മളെ മെന്റലി ടോർച്ചർ ചെയ്യും. അതായത് നമ്മളെ കൊണ്ട് സബ്സ്ക്രിപ്ഷൻ എടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഒരു തരത്തിൽ ഇവർ ഈ ആഡുകൾ ഇങ്ങനെ കണ്ടിന്യൂസ്ലി നമുക്ക് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത്രയും ഇറിറ്റേറ്റഡ് ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഒറ്റയടിക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കും. പക്ഷേ നമ്മൾ ഈ സബ്സ്ക്രിപ്ഷൻ എടുക്കാതെ അതുപോലെ തന്നെ നമുക്ക് യൂട്യൂബിലെ എല്ലാ വീഡിയോസും സോങ്സും എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാനും ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിലോ? യെസ്, അതാണ് പോപ്പ് ട്യൂബ്. ഇത് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, യൂട്യൂബിലുള്ള എല്ലാ വീഡിയോസും നമുക്ക് ആഡ് ഇല്ലാണ്ട് കാണാൻ പറ്റും. സിനിമ ആയിക്കോട്ടെ, പാട്ടുകളായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും വീഡിയോസ് ആണെങ്കിലും, അതായത് യൂട്യൂബിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നമുക്ക് ആഡ് ഇല്ലാണ്ട് ഈ ഒരു ആപ്പിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ മാത്രമല്ല, അതായത് ഇപ്പോൾ നമ്മൾ യൂട്യൂബും ഇപ്പോൾ പോപ്പ് ട്യൂബ് എടുക്കുന്ന സമയത്ത് കാണാൻ ഒരുപോലെ തന്നെയാണ്. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ രണ്ടിൽ നമ്മൾ ആകെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ആഡുകൾ ഉണ്ടാവില്ല. പോപ്പ് ട്യൂബിൽ വിത്തൗട്ട് ആഡ്സ് ആണ്, പക്ഷേ യൂട്യൂബിൽ നമുക്ക് സബ്സ്ക്രിപ്ഷൻ എടുത്താൽ മാത്രമേ ആഡുകളില്ലാതെ കാണാൻ വേണ്ടി പറ്റൂ. സോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനും കെൻമയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും അഡ്മിഷൻ എടുക്കാനും ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യും.